50 ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? എന്ത് വികസനമാണ് ഈ 50 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തത്? ഇനി എന്താണ് അങ്ങോട്ട് ചെയ്യാനുള്ളത്? അത് വാർത്താ സമ്മേളനം വിളിച്ച് വിശദീകരിക്കുകയാണ് അദ്ദേഹം. ഒപ്പം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. 50 ദിവസം പിന്നിട്ടിരിക്കുന്നു എല്ലാ വകുപ്പുകളെയും പോലെ തന്നെ. അപ്പോൾ ഈ വകുപ്പിൻ്റെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാനും നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങൾ കേൾക്കാനും ചോദ്യങ്ങൾ ശ്രദ്ധിക്കാനുമാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ആദ്യമായി പ്രസ് കോൺഫറൻസ് തുടങ്ങുന്ന ഉടനെ തന്നെ എനിക്ക് പറയാനുള്ളത്, KSRTCയിലൂടെ ഗവൺമെൻറ് നടപ്പാക്കിയ പ്രിയദർശിനി പദ്ധതി, ആ പദ്ധതി ഒരു വമ്പിച്ച വിജയമായി തീർന്നതിൻ്റെ പ്രധാനമായ കാരണം മാധ്യമങ്ങൾ ആ പദ്ധതിക്ക് നൽകിയ തുറന്ന പിന്തുണയാണ്. ഒരു മാസം പിന്നിടുമ്പോൾ, ഇന്നലെ ഒരു മാസം പിന്നിട്ടു, ഒരു മാസം പിന്നിടുമ്പോൾ ആ പ്രിയദർശിനി പദ്ധതി എവിടെ നിൽക്കുന്നുവെന്നും മാധ്യമങ്ങൾ ഇന്നലെ വളരെ ഭംഗിയായി ജനങ്ങളോട് എത്തിക്കുകയും അതിൻ്റെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ എടുത്തു കാണിക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. മാധ്യമങ്ങളുടെ പിന്തുണ നമ്മുടെ ഗതാഗത വകുപ്പിനും അതുപോലെ തന്നെ KSRTCക്കുമെല്ലാം തുടർന്ന് നൽകണമെന്ന് ഞാൻ ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയദർശിനി പദ്ധതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. പ്രിയദർശിനി പദ്ധതിയിൽ ഇപ്പോൾ ഇന്നലെ അവസാനിച്ച ഒരു മാസത്തിനിടയിൽ 3.81 കോടി യാത്രകളാണ് നടന്നിട്ടുള്ളത്. യാത്രക്കാരല്ല, യാത്ര. ഒരാൾ തന്നെ പല പ്രാവശ്യം നടത്തിയിട്ടുണ്ടാവും. ഫ്രീ ജേണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രീ ജേണീസ് 3.81 യാത്രകൾ നടന്നു. അത് നമ്മുടെ ജനസംഖ്യയേക്കാളും കൂടുതലാണ്. എങ്കിലും അതൊരു രസകരമായ ഒരു കണക്കാണ്. എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 5.5 ലക്ഷം 6 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. 64% ആളുകളും ഇന്നിപ്പോൾ സ്ത്രീകളാണ്. നമ്മൾ സ്ത്രീകൾക്ക് 1/3 സംവരണം വേണമെന്നൊക്കെ പറയുന്ന കാലത്ത് 2/3 പേരും ഇപ്പോൾ സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവറേജ് വാല്യൂ, ഒരു ടിക്കറ്റിൻ്റെ ആവറേജ് വാല്യൂ 21 രൂപയാണ്. ഇത്തരത്തിലുള്ള നിരവധി കണക്കുകളുണ്ട്. ഞാനെല്ലാം വിസ്തരിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് അത് പബ്ലിക് ഡൊമൈനിൽ നൽകാൻ സാധിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ നെറുകയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നു. സ്ത്രീകളുടെ വരുമാന വർധനവുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ക്വാണ്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ PhD ബിരുദധാരികളായിട്ടുള്ള ആളുകളുടെ ചുമതലയിൽ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രീ ചിത്ര എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും കൂടുതൽ KSRTC സർവീസ് ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ആളുകൾ യാത്ര ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എൻ്റെ വിശദാംശങ്ങളിലേക്കും തന്നെ ഞാൻ കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പരിസ്ഥിതിയിലും ഉണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പലർക്കും അത് രസകരമായിട്ടും കൗതുകകരമായിട്ട് തോന്നും. നമ്മുടെ വണ്ടികൾ പുറപ്പെടുവിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് 1000 പാസഞ്ചറിന് 504 കിലോഗ്രാം ആയിരുന്നു
എന്നാൽ അത് 404 കിലോഗ്രാമായിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ KSRTC ക്ലീനറായി എയർ പെർ ക്യാപിറ്റ നമ്മൾ നോക്കുന്ന സമയത്ത് ക്ഷമിക്കണം, കുറച്ചുകൂടെ ക്ലീൻ എയറാണ് നമ്മളിപ്പോൾ പെർ ക്യാപിറ്റ കൊടുക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്നതുകൊണ്ട്, ആളുകളെ കമ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് CO2 കാർബൺ ഡൈ ഓക്സൈഡ് പെർ 1000 പാസഞ്ചേഴ്സ് 504 അത് 404 100 കിലോഗ്രാം, അത് ഒരു സൈസബിൾ നമ്പറാണ്, കുറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കണക്കുകൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളതെല്ലാം ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയേണ്ടതായിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ പ്രിയദർശിനിയുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ സ്റ്റാർ എന്നുള്ള രീതിയിൽ നമ്മുടെ ആപ്പിൽ 1 സ്റ്റാർ 2 സ്റ്റാർ 5 സ്റ്റാർ 4 സ്റ്റാർ അങ്ങനെ കൊടുത്ത്, അതിൽ 5 സ്റ്റാറുകൾ 11,572 ആണെങ്കിൽ 1 സ്റ്റാർ വെറും 1,227. അത് നല്ലതാണെന്ന് പറഞ്ഞ ആളുകളിൽ തന്നെ 5 സ്റ്റാറിലും പ്രസ് ചെയ്തവരാണ് 1 സ്റ്റാറിൽ പ്രസ് ചെയ്തവരുടെക്കാൾ എത്രയോ കൂടുതൽ, അതായത് 10 ഇരട്ടി ആളുകൾ. 1 സ്റ്റാറിൽ പ്രസ് ചെയ്തതിൻ്റെ 10 ഇരട്ടി ആളുകൾ 5 സ്റ്റാറിലും പ്രസ് ചെയ്തിട്ടുണ്ട്. അതേസമയം 2 സ്റ്റാറിൽ പ്രസ് ചെയ്തതൊക്കെ വളരെ കുറവാണ്. എന്തായാലും അതൊക്കെ ഒരു ഇൻഡിക്കേറ്ററുകളും പഠനത്തിൻ്റെ കാര്യമാണ്. ഞാനതെല്ലാം വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യം ഉള്ള ആളുകൾക്ക് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ തരാൻ KSRTC എപ്പോഴും വില്ലിംഗ് ആയിരിക്കും. മറ്റൊരു കാര്യം ഉണ്ടായിട്ടുള്ളത്, ഇത് ടൂറിസം സെക്ടറിനെ കൂടി ബാധിച്ചിട്ടുണ്ട്. ബാധിക്കാന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ മലക്കപ്പാറ, ചാലക്കുടിയിലുള്ള മലക്കപ്പാറ സാധാരണ ആളുകൾ ജോലിക്ക് പോകുന്ന സ്ഥലമല്ല, അത് ടൂറിസത്തിന് വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരാണ്. അവിടെ 48% ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പാസഞ്ചറിൽ. ഏതാണ്ട് പകുതിയിലധികം ആൾക്കാർ, 10 പേര് പോകുന്നത് 15 ആൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകൾക്കത് ബെനിഫിറ്റഡ് ആവുമല്ലോ, അവിടുത്തെ ലോക്കൽ പബ്ലിക്കിനും അത് ബെനിഫിറ്റഡ് ആവും. അപ്പോൾ ഗവി എന്ന് പറഞ്ഞാൽ അറിയാതെ ഒരു വനമാണ് ഗവി എന്ന് പറയുന്നത്. അവിടേക്ക് 30% ആളുകൾ കൂടുതൽ പോയിട്ടുണ്ട്. നെല്ലിയാമ്പതിയിലേക്ക് 46% ആൾക്കാർ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ പൊന്മുടിയിലേക്ക് ഏതാണ്ട് 31% ആളുകൾ അധികം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹിൽ സ്റ്റേഷനിലുള്ള നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് വളരെയധികം ആളുകൾ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കൂടുതൽ ആളുകൾ കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് സാധാരണ നിലയ്ക്കൊക്കെ ഉണ്ടാവുമല്ലോ. എങ്കിലും അതൊക്കെ നമുക്കിനി മിറ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് ആദ്യമുഖമായിട്ട് പറയാനുള്ളത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വലിയ പിന്തുണ നൽകി. ജനങ്ങളും അത് നല്ല രീതിയിൽ അതിനെ പിന്താങ്ങിയെന്ന് മാത്രമല്ല, പൊളിറ്റിക്കലായിട്ട് പറയുമ്പോൾ ആദ്യത്തെ ദിവസത്തെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷം വരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ നല്ല ഒരു സമീപനം, അതിനെ എതിർക്കുന്നതോ അതിനെ വേണ്ടാന്ന് പറയുന്നതുമായിട്ടുള്ള, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായില്ല എന്നുള്ളതിൽ പ്രതിപക്ഷ കക്ഷികളോട് ഞങ്ങൾക്ക് വളരെയധികം, രാഷ്ട്രീയം ഞാൻ പറയാണ്, വളരെ തൃപ്തിയാണുള്ളത്. അവരുടെ സംഘടനകളിൽ ചില സംഘടനകളൊക്കെ ഒരു ദിവസമൊക്കെ വനിതാ സംഘടനയൊക്കെ സമരം ചെയ്തെങ്കിൽ അത് ഒന്ന് പിന്മാറുകയാണ് ചെയ്തത്. അതെല്ലാം അതെല്ലാം തന്നെ നമുക്ക് വലിയ ആവേശം നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഞാൻ ചുരുക്കത്തിൽ പറയാം. നമ്മുടെ വാഹന, പ്രത്യേകിച്ചും KSRTCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 നയങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഒന്ന് വികേന്ദ്രീകരിക്കുക, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെയും മറ്റും കാര്യങ്ങൾ വികേന്ദ്രീകരിക്കുക. മറ്റൊന്ന് ജനകീയവൽക്കരിക്കുക. വികേന്ദ്രീകരണം, ജനകീയവൽക്കരണം എന്നീ 2 ആശയങ്ങളുടെ പുറത്താണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ എല്ലാ ഡിപ്പോകളിലും 94 ഡിപ്പോകളിൽ MLA-മാർ, അതാത് സ്ഥലത്തെ MLA-മാർ ചെയർമാനായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഈ ആഴ്ച തന്നെ നിലവിൽ വരും.
ക്ഷമിക്കണം, അതിൻ്റെ എല്ലാ തരത്തിലുള്ള നടപടികളും ഓർഡറുകളുമായി കഴിഞ്ഞു. എല്ലാ നിയമസഭാ പ്രാതിനിധ്യമുള്ള പാർട്ടികൾക്കും അതിൽ അംഗത്വം ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ മുനിസിപ്പൽ ചെയർമാൻ അല്ലെങ്കിൽ മേയർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്കും അതിൽ അംഗത്വം ഉണ്ടായിരിക്കും. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഈ ഡിപ്പോ നിൽക്കുന്ന സ്ഥലത്തെ കൗൺസിലറും അതിൽ അംഗമായിരിക്കും. പഞ്ചായത്താണെങ്കിൽ മെമ്പറായി. മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, വളരെ നാളായിട്ട് ഉള്ള ഒരു പദ്ധതിയായിരുന്നു PM റാഹത്ത് എന്ന പദ്ധതി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി. അത് ഇതുവരെ നടപ്പാക്കാതിരിക്കുക. ആ പദ്ധതി എന്താണെന്ന് പറഞ്ഞാൽ, ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ, ജീവൻ അപായമുള്ള ആക്സിഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ജീവാപായം എന്ന് പറയുമ്പോൾ മരിച്ചതല്ല, ഇതിനുള്ള മരിക്കത്തക്ക തരത്തിലുള്ള ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ അതിന് 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷെ അത് 24 മണിക്കൂറിനകത്ത് റിപ്പോർട്ട് ചെയ്ത് FIR ഇടണം. അത്ര സാരമല്ലാത്ത ആക്സിഡൻ്റ് ആണെങ്കിൽ, പരിക്കുകളോടുകൂടിയ ആക്സിഡൻ്റ് ആണെങ്കിൽ അത് 48 മണിക്കൂറിനകത്ത് റിപ്പോർട്ട് ചെയ്താൽ മതി. FIR ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ ആശുപത്രികളിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. 24 മണിക്കൂറും ആക്സിഡൻറ്റ് കേസ് വരും. അപ്പോൾ ഒരാളവിടെ ലാപ്ടോപ്പൊക്കെ വെച്ച് കൃത്യമായി ഈ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് SHOമാരുമായി, സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ തരത്തിൽ ഇതിനെ അപ്ലോഡ് ചെയ്യണം. എന്തായാലും ഇപ്പോൾ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഈ 50 ദിവസത്തിനകത്ത് നമ്മൾ നടപ്പാക്കി. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു, അത് ആരംഭിക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രോഗിക്ക് ഈ കഴിഞ്ഞ ആഴ്ച പൈസ കിട്ടി. കൂടുതൽ ആശുപത്രികളിലേക്ക് അത് വികസിപ്പിക്കണം, സ്വകാര്യ ആശുപത്രികളിലേക്കും അത് വികസിപ്പിക്കാൻ കഴിയും. അതും ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കോർഡിനേഷൻ കമ്മിറ്റി യോഗമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കോർഡിനേഷൻ കമ്മിറ്റി നമ്മളിപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ്. ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ മിനിസ്റ്ററാണ്. ഒപ്പം തന്നെ സെക്രട്ടറിയാണ് അത് കൺവീൻ ചെയ്യുന്നത്. റോഡ് സേഫ്റ്റി കമ്മീഷണറുണ്ട്, ട്രാൻസ്പോർട്ട് കമ്മീഷണറുണ്ട്, KSRTCയുടെ MD ഉണ്ട്, അതുപോലെ മെട്രോപൊളിറ്റൻ സമിതിയുടെ CEO ഉണ്ട്. ഇവരെല്ലാം അടങ്ങുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് ആദ്യത്തെ യോഗം ഈ കെട്ടിടത്തിൽ തന്നെ ചേർന്നു. ഈ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ, നിറ്റിഗ്രിറ്റി എന്ന് പറയുന്നത് പോലെ അജണ്ട അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക. ഫയൽ മൂവ്മെൻറ്റിന് വേണ്ടി കണ്ടമാന സമയം കളയാതിരിക്കുക. നമ്മുടെ LSC വകുപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാ ആഴ്ചയും ഞങ്ങളിപ്പോൾ ഈ കമ്മിറ്റി കൂടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്, 50 ദിവസത്തെ കാര്യം എന്നുള്ള എനിക്ക് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ, ഈ കോപ്പി എല്ലാവർക്കും തരുന്നുണ്ട്. വാഹന നികുതികൾ കുറച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഭിന്നശേഷിക്കാർക്കുള്ള വാഹന നികുതി ഇളവ് പരിധി 7 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷമായിട്ട് ഉയർത്തി. അതുപോലെ തന്നെ PSCയുടെ ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ 60 പേരെ നിയമിച്ചു. 60 പേരെ MVI, AMVI തസ്തികകളിൽ നിയമിച്ചു കഴിഞ്ഞു. ഭിന്നശേഷി പാസിന് 20,000 രൂപയിൽ നിന്ന് 50,000 രൂപയായിട്ട് നമ്മളതിൻ്റെ വരുമാന പരിധി ഉയർത്തി. കാരണം 2,000 രൂപ പെൻഷൻ കിട്ടുന്ന ആൾക്ക് 24,000 രൂപ വരുമാനമുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആർക്കും കിട്ടില്ല. അപ്പോൾ നമുക്ക് 50,000 അത് ഉയർത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ KSRTCയിലെ ഒരു നമ്പർ 149 നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷണാർത്ഥം വിളിക്കാവുന്നതാണ്. വിളിക്കുമ്പോൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പത്രമാധ്യമങ്ങൾ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സന്തോഷമുണ്ടോ. 24 hours 149 എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ അവിടെ ഒരു വളരെ സജീവമായൊരു കോൾ സെൻറ്റർ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും അവരെയൊക്കെ ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കുക മാത്രമല്ല, അവർക്ക് നല്ല പ്രോത്സാഹനം, സമ്മാനങ്ങളും എല്ലാം കൊടുക്കുകയാണ്. ഓരോ 3 മാസം കൂടുന്തോറും ബെസ്റ്റ് ഡ്രൈവർ, ആ ഡിപ്പോയിൽ ഏറ്റവും നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഡീസൽ സേവ് ചെയ്യുക, നല്ല രീതിയിൽ കേടുവരാതെ വണ്ടികൾ ഓടിക്കുക തുടങ്ങിയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ്. അതിനൊക്കെ ഒരുപാട് ഇൻഡിക്കേറ്ററുകളുണ്ട്. കണ്ടക്ടർമാർക്കും എല്ലാം തന്നെ
തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കുക, തൊഴിലാളികളെ ശത്രുക്കളായിട്ട് കാണാതെ അവരാണല്ലോ ഇത് റൺ ചെയ്യുന്നത്, അക്ഷരാർത്ഥത്തിൽ അവരാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മുടെ കൂടെ നിർത്തുകയും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു വലിയ ഒരു യജ്ഞം ആരംഭിക്കുകയാണ്. അത് ഞാൻ ഇന്നിവിടെ പ്രാഥമികമായിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഇവിടെ നടത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു റോഡ് സേഫ്റ്റി ക്യാമ്പയിൻ, നമ്മുടെ സാക്ഷരതാ ക്യാമ്പയിൻ പോലെ റോഡ് സുരക്ഷാ യജ്ഞം നമ്മൾ ആരംഭിക്കുക, റോഡ് സേഫ്റ്റി യജ്ഞം ആരംഭിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിന് ഇനിയും നമുക്ക് കാണാം, മാധ്യമങ്ങളുടെ പിന്തുണ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. അതിൽ കുട്ടികളുടെ പങ്കാളിത്തം, NCC കാഡറ്റുകൾ, അതേപോലെ സ്റ്റുഡൻറ്റ് പോലീസ്, നാഷണൽ സർവീസ് സ്കീം, സ്കൗട്ട്, ഗൈഡ് തുടങ്ങിയിട്ടുള്ള കുട്ടികളുടെ പങ്കാളിത്തമുണ്ട്. കുട്ടികളുടെ കരിക്കുലത്തിൽ, +2 വരെയുള്ള കുട്ടികളുടെ കരിക്കുലത്തിൽ ഇത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു കരിക്കുലം തയ്യാറാക്കിയിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ സീബ്ര ലൈനുകൾ, കാൽനട യാത്രക്കാരുടെ സൗകര്യത്തിന് വേണ്ടി സീബ്ര ലൈനുകളുടെ വിഡ്ത്ത് ഡബിൾ ചെയ്യുകയാണ്. അതിനെയും കൂട്ടണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം സീബ്ര ലൈൻ ചില സ്ഥലത്തൊക്കെ 1.5 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ജീവനിൽ കൊതിയുള്ള ആരും ഈ സീബ്ര ലൈനിൽ കയറില്ല. അപ്പോൾ അത് 3 മീറ്ററും 6 മീറ്ററുമായിട്ടൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഴക്കേക്കോട്ടയിൽ മാത്രമാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. നഗരത്തിലെല്ലായിടത്തും ഇനി വീതി കൂടിയ സീബ്ര ലൈനുകൾ വരയ്ക്കുകയും ആളുകളെ സീബ്ര ലൈനുകളിൽ കൂടെ ക്രോസ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും സീബ്ര ലൈനിലേക്ക് വണ്ടികൾ കയറി വരരുത് എന്ന ഒരു സന്ദേശം കൊടുക്കുകയും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 50 ദിവസം കൊണ്ട് നടന്ന പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി 100 ദിവസത്തെ പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരത്തിന് സന്തോഷകരമായ ഒരു കാര്യം, നമ്മുടെ വേളിയിൽ നിന്ന് കഠിനംകുളം വരെ പാർവതി പുത്തനാറിലൂടെ സിയാലിൻ്റെ ഒരു സൗരോർജ്ജ ബോട്ട് ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ സർവേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്രയോ കാലത്തിന് ശേഷമാണ്. അതൊരു പാസഞ്ചർ ബോട്ടാണ്, അല്ലാതെ ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് എടുത്തിട്ടുള്ള ബോട്ടല്ല. എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കും, ആളുണ്ടോ ഇല്ല എന്നുള്ളതല്ല. അപ്പോൾ അതിന് നമ്മുടെ പാർവതി പുത്തനാറ് വീണ്ടും പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മളിപ്പോൾ ഒരു ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയാണ്. വാടകയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് അതിൽ യാത്ര ചെയ്യാം. ഇപ്പം അതിന് യാത്രാ സൗകര്യം എന്നതിനേക്കാൾ കൂടുതൽ ടൂറിസ്റ്റ് അട്രാക്ഷനായിരിക്കും കൂടുതൽ. കഠിനംകുളം കായലിൽ ചെന്ന് കറങ്ങി തിരിച്ച് അതേ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പത്രസമ്മേളനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. റാഹത്ത്, അതായത് ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ MACT ക്ലെയിമല്ലേ ഉള്ളത്, അത് വളരെയധികം സമയമെടുത്ത് കിട്ടുന്നൊരു കാര്യമാണല്ലോ. ഇപ്പം മരിക്കാതെ വളരെ വലിയ പരിക്ക് പറ്റിയ ഒരാൾ, അല്ലെങ്കിൽ ചെറിയ പരിക്ക് പറ്റിയ ഒരാൾക്ക് ട്രീറ്റ്മെൻറ്റിന് പൈസ വേണ്ടേ? ആ ട്രീറ്റ്മെൻറ്റിന് 1.5 ലക്ഷം രൂപ വരെ ഒരു ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കും കൊടുക്കുകയാണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള പദ്ധതിയാണ്. പക്ഷേ 7 ദിവസമേ കൊടുക്കുള്ളൂ. 24 മണിക്കൂറിനകത്ത് FIR കാണിക്കണം. കാരണം ആക്സിഡൻറ്റ് തന്നെയാണെന്ന് അറിയണമല്ലോ. ആ ആക്സിഡൻറ്റ് പറ്റുന്ന ആളുകൾക്ക് 1.5 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റ്. ഈ ഒരു പദ്ധതി എന്തുകൊണ്ടാണ് മുൻ ഗവൺമെൻറ് ചെയ്യാതിരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളത് തുടങ്ങി, നമ്മുടെ സെക്രട്ടറി നമ്മളോട് ജോയിൻ ചെയ്യാണ്. അത് 2-3 ആളുകളെ ആയിട്ടുള്ളൂ, പക്ഷേ വളരെ വേഗം വരും. ഇനി ആശുപത്രികളോട് ഞങ്ങൾ അവരെ സമീപിക്കുകയാണ്. അതിലൊരു ക്രിട്ടിക്കലായ പ്രശ്നം, ഈ ആശുപത്രിയിൽ ഒരാൾ 24 മണിക്കൂർ ഇതിനു വേണ്ടി ഇരിക്കണം, ഡെഡിക്കേറ്റഡായിട്ട്. ചില ദിവസം 5 ആക്സിഡൻറ്റ് ഉണ്ടാവും, ചിലപ്പോൾ 2 ഉണ്ടാവും, ലൈക്ക് ദാറ്റ്. പക്ഷെ ആളവിടെ ഇരിക്കണം. ഇല്ല, ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. 24 hours ചെയ്യണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആളുകളെയും നമ്മൾ മാൻ ചെയ്യും അവിടെ സ്പോട്ടിൽ. ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യും. അത് ആശുപത്രികളുമായി സഹകരിച്ചുകൊണ്ട് അവരുമായി ചോദിച്ച്, ഒരാൾ പോരല്ലോ, ഒരു ആശുപത്രിയിൽ ഒരാൾ പോരാ, 3 ആൾ മിനിമം 8 മണിക്കൂർ വേണം, പിന്നെ അവർക്ക് റെസ്റ്റ് വേണം. അങ്ങനെ അത് നമ്മൾ
അതിന് വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചറും നമുക്കിതിൽ നിന്ന് എടുക്കാവുന്നതാണ്. റവന്യൂ ലോസ് ഞങ്ങൾ കണക്കാക്കിയതിനോട് അടുത്ത് തന്നെയാണ്. 60 കോടി ഒരു മാസത്തേക്ക് നമുക്ക് വേണം. ഇപ്പോൾ നമുക്ക് 600 കോടി ഇപ്പം നമുക്ക് ബജറ്ററി പ്രൊവിഷൻ വന്നു എന്നുള്ളതാണ് ഈ പ്രിയദർശിനി പരിപാടിയുടെ ഏറ്റവും കാതലായ ഭാഗം. കാരണം പലപ്പോഴും ഗവൺമെൻറ്റുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് പല കാര്യവും ചെയ്യാൻ പറയും. അവർ ചെയ്തു തുടങ്ങി അതിൻ്റെ ലോസൊക്കെ അല്ലെങ്കിൽ അവർക്കതിന് വേണ്ടി വരുന്ന ഭാരമൊക്കെ ചെന്ന് പറയുമ്പോൾ ധനകാര്യ വകുപ്പിൽ വളരെയധികം കാലതാമസം ഉണ്ടാവും. ബഹുമാനായ മുഖ്യമന്ത്രി, അദ്ദേഹം ധനകാര്യമന്ത്രിയും കൂടെ ആയതിൽ വളരെ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നതിന് സഹായകരമായി നമുക്ക് 600 കോടി രൂപ ബജറ്ററി പ്രൊവിഷനുണ്ട്. അത് നമ്മൾ വാങ്ങിച്ചെടുത്താൽ മതി. മറ്റേത് കണക്ക് കൂട്ടി അപ്പോൾ ഫയൽ എഴുതി അത് എങ്ങനെയല്ല വേറെ തരത്തിലാണ് എഴുതേണ്ടിയിരുന്നത്, അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വളരെ സുഗമമായിട്ട് ആ പൈസ നമുക്ക് കിട്ടാൻ ബജറ്ററി പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് വളരെ സഹായകരമായി. രണ്ട് തരത്തിലത് കണക്ക് കൂട്ടാം. അത് നമ്മളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചർ എത്രയാണ്, പിന്നെ ഇമാജിനറി നമുക്ക് എല്ലാവരും പൈസ തന്നിരുന്നെങ്കിൽ എത്രയാണ് എന്നുള്ള രണ്ട് തരത്തിൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾ വളരെ വളരെ സൂക്ഷ്മമായി അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ്സുകൾ കൂടുതൽ ഇടുന്നതിന് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബസ്സിനൊരു കുറവുണ്ട്. ഇപ്പോൾ ബസ് സ്പോൺസർ ചെയ്യാനായിട്ടുള്ള അഭ്യർത്ഥന നമ്മൾ നടത്തിയെങ്കിലും അത് പ്രോആക്റ്റീവായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ MLA-മാർ അവരുടെ ഫണ്ടിൽ നിന്ന് ഓരോ ബസ് വാങ്ങിച്ചു തരണം എന്നുള്ളത് ആ നിയമം എനിക്ക് വരാൻ പോവുകയാണ്, അതിനുള്ള പ്രൊവിഷൻ. അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്കൊക്കെ ഞങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെയും നിയമങ്ങൾ നമ്മൾ അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഒരു മാസത്തിനകത്ത് അത് ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ട സ്ഥലത്ത് അത് കൂട്ടിയിടാൻ കഴിയും. പിന്നെ നമ്മുടെ ആളുകളും ഇപ്പോൾ ഒരു മാസം ആയല്ലോ, വളരെയധികം ഇടിച്ച് കയറരുത്. കണ്ടക്ടർമാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളും കൂടെ ഞങ്ങളെ സഹായിക്കണം. ഒരുവിധം ആൾ കയറിയാൽ വാതിലടയ്ക്കുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാകണം. സ്റ്റെപ്പിലൊന്നും യാത്ര ചെയ്യരുത്. ഇതൊക്കെ ഞങ്ങളിപ്പോൾ ഒരു കർശനമാക്കുകയല്ല, എങ്കിലും ആദ്യത്തെ ഒരു ഉണർവുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇല്ല കുറഞ്ഞു വരാത്തതിൻ്റെ കാരണം ഇത് ഉപയോഗിക്കുന്ന വലിയൊരു നമ്പർ ആളുകളും ജോലിക്ക് പോകുന്നവരാണ്. അല്ലെങ്കിൽ ജോലിക്ക് പോയി മടുപ്പുള്ള ജോലികൾ ചെയ്ത് ഒന്ന് പുറത്ത് പോകണം. ടൂറിസം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, എല്ലാ ദിവസവും മടുപ്പിക്കുന്ന ജോലിയിൽ നിന്നുള്ളൊരു ബ്രേക്ക്. അപ്പം ആ ബ്രേക്ക് എടുക്കുക എന്നുള്ളതും ഈ തൊഴിലിൻ്റെ ഭാഗമാണ്. വിനോദം എന്നുള്ളത് തൊഴിലിൻ്റെ ഭാഗമാണ്. 8 മണിക്കൂർ വിനോദമുണ്ട്, നമ്മളത് പറഞ്ഞിട്ടില്ല, ചെയ്യാറില്ല. 8 മണിക്കൂർ അധ്വാനത്തിൻ്റെ കൂടെ 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ വിനോദവും ഉണ്ടല്ലോ മെയ് ദിനത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ വിനോദം എന്നുള്ളത് നമ്മുടെ അധ്വാനത്തിൻ്റെ കൂടെ ഭാഗമാണ്. അതും നമ്മൾ ഫ്രീ ആക്കിയിരിക്കുകയാണ് വിനോദവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും എൻ്റെ തുടക്കം കുറിച്ചു. ഇപ്പം ഞങ്ങൾ ഈ മാസത്തിൻ്റെ തിരക്കിലായിരുന്നു എങ്കിലും പരസ്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അതേപോലെ തന്നെ റേഡിയോ ഇതിനകത്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല റേഡിയോ സെറ്റുകൾ ഇതിനകത്ത് കേൾപ്പിക്കുന്ന കാര്യങ്ങൾ, വാർത്തകൾ മാത്രമല്ല അതിൽ കൂടെ പരസ്യവും വരുമല്ലോ. ഇതൊക്കെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെറും സ്റ്റിക്ക് ചെയ്തിട്ടുള്ള പരസ്യം മാത്രമല്ല, നമുക്കൊരു മൂവി ആയിട്ടുള്ള പരസ്യത്തിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ നമുക്കൊരു ടെക്സ് ടൈം, നമുക്കതൊക്കെ ചിലത് ടെൻഡർ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. വേറെ ആരോ ഒന്ന് ചോദിച്ചല്ലോ. ഇല്ല, ശമ്പളം എല്ലാം KSRTC കൊടുക്കുന്നുണ്ട്. ഇല്ല, അത് ആദ്യത്തെ ഒരാഴ്ച അവർക്ക് 6 ദിവസത്തെ ശമ്പളമാണ് കിട്ടിയത്. പിന്നെ ഇപ്പോൾ അത്
ക്ലിയർ ചെയ്തല്ലോ. കൊടുത്തു. ഇപ്പോൾ ഫുൾ ആർക്ക് കൊടുത്തു? എങ്ങനെ? അതൊന്നും വസ്തുത അതാണല്ല. ഇപ്പൊ താൽക്കാലികക്കാർക്കും ഇന്നിപ്പോ 16 വിത്തിൻ ഫ്യൂ ഡേയ്സ് അവരുടെ ഫുൾ ശമ്പളം നമ്മൾ കൊടുക്കുക. 15 ദിവസമാണ് ആദ്യത്തെ ശമ്പളം. 6 ദിവസത്തെയാണ് കൊടുത്തത്. ഇല്ല ഒരു ആഴ്ചത്തെ ഇപ്പോൾ ഒന്നുമില്ല കൊടുക്കുക. നോ പ്രോബ്ലം. ശമ്പളത്തിനൊന്നും പ്രോബ്ലം ഇല്ല. അത് എന്തെങ്കിലും പക്ഷെ ടെൽ യു, ഇത് ബജറ്ററി സപ്പോർട്ടിലാണ് പോണത്, ഇൻഡസ്ട്രി സപ്പോർട്ടഡ് അല്ല. ക്ലിയർ അല്ലേ? ഇല്ല, പുറത്താക്കുന്നു. ആരും പുറത്താക്കും. യെസ്. അപ്പം അത് ഇന്ന് ഉണ്ട്. അപ്പം നമ്മളത് ഇന്നിപ്പോ പറയാം. വെയിറ്റ് ഒരാളുടെ ഇത് പറഞ്ഞു കഴിയട്ടെ. നമ്മൾ അവർക്കൊരു ആംനസ്റ്റി, അതായത് ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണ് അല്ലേ? മാർച്ച് 26 വരെയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് അനൗൺസ് ചെയ്യാം. ഇന്ന് ഞങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ അതൊരു പ്രധാന അജണ്ടയായിരുന്നു. നിങ്ങളടക്കമുള്ള ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇളവ് കിട്ടും. ഞാൻ പോലീസിന്റെ മന്ത്രിയല്ല. അത് ട്രാൻസ്പോർട്ട് വകുപ്പിനോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പറയാം. എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. ഈ സിറ്റി പാസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്തൂടെ ഓടുന്ന വാഹനങ്ങൾ, ഈ ഫാസ്റ്റ് പാസഞ്ചർ എന്ന് പറയുന്നതല്ല, എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്നതിന് നമ്മൾ ഈ ഫാസ്റ്റിന്റെ ഒരു നിർവചനത്തിൽ വരുന്നത്. സിറ്റിയിൽ ഓടുന്ന ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന മുഴുവൻ സ്റ്റോപ്പുകളിൽ നിർത്തുന്ന വണ്ടിയാണ്. അപ്പൊ അതിന് യഥാർത്ഥത്തിൽ ഈ നമ്മൾ പറയുന്ന ഈ പ്രിയദർശിനി സ്കീം ഉൾപ്പെട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു ഫാസ്റ്റ് സിസ്റ്റം ആണോ? അപ്പൊ അതൊരു ഓർഡിനറി സിസ്റ്റം അല്ലേ? എല്ലാ സ്റ്റോപ്പിലും നിർത്തി പോകുന്ന ഈ വണ്ടിയിൽ ഓർഡിനറി സിസ്റ്റം അല്ലേ? അപ്പൊ അതിനെ കൂടെ നമുക്ക് ഈ ഞങ്ങളുടെ ആഗ്രഹം എക്സ്പ്രസും ഫാസ്റ്റ് പാസറും ഒക്കെ പ്രിയദർശിനി ആക്കണം എന്നാണ്. പക്ഷെ ഇപ്പം അതിനുള്ള അല്ല, അങ്ങനെയാണ് അൾട്ടിമേറ്റ്. പക്ഷെ ഇപ്പം അതിനുള്ള ഒരു നിവൃത്തിയില്ല. ഇപ്പം അതിനുള്ള മാർഗം ഇല്ല. അതുകൊണ്ടാണ് റൈറ്റ്. എന്തോ റോഡ് സേഫ്റ്റി ഫണ്ട് കിട്ടാത്ത കാരണം ആ പദ്ധതി നിലച്ചുപോയി. അതേപോലെ തന്നെ ക്യാമറ ഇപ്പോൾ നിലച്ചിരിക്കുന്ന അവസ്ഥയാണ്. പൈസ കൊടുക്കാത്തോ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാ ആഴ്ചയും ഇന്നിവിടെ കൂടിയതുപോലെ ഇന്നിപ്പോൾ 9:30 കൂടി 12 മണിക്ക് നിങ്ങൾ വന്നുകൊണ്ട് നിർത്തിയതാണ്. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറോളം ആഴ്ചയിൽ അതിനുവേണ്ടി ചെലവിടുകയാണ്. എല്ലാ അജണ്ടയും ചർച്ച ചെയ്യും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്ലാൻ ഫണ്ടുണ്ട്. ആ പ്ലാൻ ഫണ്ട് ഉപയോഗിക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് 200 കോടിയിലധികം പ്ലാൻ ഫണ്ടുണ്ട്. ആ പ്ലാൻ ഫണ്ടിൽ ഈ റോഡ് സേഫ്റ്റിക്കുള്ള ഒരു കോമ്പണൻറ്റ് ഉണ്ട്. അത് ഉപയോഗിക്കുമെന്ന് മാത്രമല്ല, നമ്മൾ അവരിൽ ആരെയൊക്കെയാണെന്ന് ചോദിച്ചാൽ NCC കാഡറ്റ്സ്, നാഷണൽ സർവീസ് സ്കീം, സ്റ്റുഡൻറ്റ് പോലീസ്, അതേപോലെ തന്നെ സ്കൗട്ട്, ഗൈഡ്, സ്റ്റുഡൻസ്, മൊത്തത്തിൽ എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ യജ്ഞമായിട്ടാണ് നടത്താൻ പോകുന്നത്. അതാണ് സമയത്ത് അറിയിക്കാം. പൈസയുണ്ട്. പൈസ കൊടുക്കാത്തതാണ്. ഞങ്ങൾ അത് മേടിച്ചെടുത്തോളാം ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ ഈ ഓൺലൈൻ ടാക്സി ജനുവരി 1-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണെന്നൊരു അറിയിപ്പുണ്ട്. അതായത് നമുക്ക് വേതനവർദ്ധനം അടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഈ സമരം അവർ പ്രഖ്യാപിച്ചത്. അതിനൊരു ഇടപെടൽ ഉണ്ടാവും. അതിന് ഇടപെടൽ മാത്രമല്ല, അത് ഞാൻ പിന്നെ സമയക്കുറവുകൊണ്ട് പറയാതിരുന്നതാണ്. 6 പേരല്ലേ സാർ? 6 കമ്മിറ്റി. ഞങ്ങളിപ്പോൾ 6 ഇനം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ ഇതേ ഹാളിൽ തന്നെ നിരന്തരമായ നീണ്ട ചർച്ച നടത്തി. അതിലൊരു സ്റ്റേക്ക് ഹോൾഡറുടെ അടുത്ത് നിങ്ങൾ തന്നെ വന്നിരുന്നല്ലോ. നമ്മുടെ പ്രൈവറ്റ് ബസ്സുകാരുണ്ട്, ട്രക്കുകാരുണ്ട്, ടാക്സിക്കാരുണ്ട്, ഓൺലൈൻ ടാക്സിക്കാരുണ്ട്. എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബസ്സിൽ തന്നെ സ്റ്റേജ് കാരിയർ എന്ന് പറയുന്ന ടിക്കറ്റ് എടുത്ത് പോകുന്ന ബസ്സുണ്ട്, അല്ലാതെ കോൺട്രാക്ട് കാരേജുണ്ട്. ഇനി എല്ലാവരുമായിട്ട് ഇനി ആ ട്രക്കിൽ തന്നെ ഇനി നമ്മൾ വലിയ അപകടങ്ങളൊക്കെ പലപ്പോഴും വിളിച്ചു വരുത്തുന്ന ചില ട്രക്കുകളുണ്ടല്ലോ സ്പീഡിൽ പോയിട്ട്, അവരെല്ലാം നമ്മൾ വിളിച്ചു വരുത്തി അവരുടെ ആവശ്യങ്ങൾ ടിപ്പർ എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും സംസാരിക്കുകയാണ്. ഇപ്പം അതിൽ നിങ്ങൾക്കൊരു ഞങ്ങളുടെ മുഖത്ത് വന്ന് അടിച്ച ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നിങ്ങളോട് പറയാം.
അതായത് നമുക്ക് ബസ്സുകൾ എന്ന് പറയുന്ന ഒരു 25,000 ബസ്സുകൾ എല്ലാം കൂടി അപ്രോക്സിമേറ്റ് 25,000. ഇനി എല്ലാം നമ്മൾ വിട്ടുപോയതടക്കം 30,000 താഴെയുള്ളൂ. പക്ഷേ നിങ്ങളെ അതിശയിപ്പിക്കുന്നതുമായിരിക്കും, ട്രക്കുകളുടെ എണ്ണം 6 ലക്ഷമാണ്. 6 ലക്ഷം ചെറുതും വലുതുമായ ട്രക്കുകളുണ്ട്, 4 വീലർ ട്രക്ക്. അതിൽ 50, 60, 70 ലക്ഷം രൂപ വരെയുള്ള ട്രക്കുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ കണക്കുകൂട്ടിയത് 3 ലക്ഷം കോടിയിലധികം രൂപ ട്രക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മുടക്കിയിട്ടുണ്ട്. 3 ലക്ഷം കോടി നമ്മുടെ ടോട്ടൽ ബജറ്റിൻ്റെ ഇരട്ടിയാണ്, അതൊരു വാർഷിക ബജറ്റിൻ്റെ. അപ്പോൾ അത് ഈ വാഹന മേഖലയിൽ സാധാരണക്കാർ മുടക്കിയിട്ടുള്ള പൈസ, ഇത് കോർപ്പറേറ്റുകളൊന്നുമല്ല, അല്പം സമ്പന്നരും ഇടത്തരക്കാരുമായിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ളതാണ്. അവർ തന്നെയാണ് പലരും വണ്ടി ഓടിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ചിലർ കുടുംബസമേതം വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വാഹന മേഖല എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെയും ശ്രദ്ധ വരേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിക്ഷേപകർ അവർക്കെല്ലാം നമ്മൾ ചില വെൽഫെയർ പദ്ധതികളെക്കുറിച്ചൊക്കെ ഞങ്ങൾ അവരുടെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. അവരുമായി സംസാരിച്ച് സബ് കമ്മിറ്റികളൊക്കെ വെച്ച് അവരെയൊക്കെ നമ്മൾ ഉത്സാഹത്തിലേക്ക് കൊണ്ടുവരും. സാധാരണ ഇത്തരം സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് ഒന്നും നടക്കാറില്ല. പ്രത്യേകിച്ച് മന്ത്രിമാർ പങ്കെടുത്ത സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് നടന്നിട്ടേ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞങ്ങൾ 6 മാസം കൂടുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കാണും. അവരുടെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അവർക്ക് അയച്ചു തരാം. ഈ ഹോളിൽ തന്നെയാണ് അവർ ഉണ്ടാവുക. പ്രധാന സമയത്ത് നിങ്ങളെയും കൂടെ വിളിക്കാം. ലൈക്ക് ദാറ്റ്. അതിൻ്റെ കുറച്ച് സാങ്കേതികമായ കാര്യമായതുകൊണ്ട് ഞാനിപ്പോൾ അത് അനൗൺസ് ചെയ്യുന്നില്ല. പക്ഷെ അത് ലിബറലായിരിക്കും. അത് ഉടനെ ഇറക്കും. 2 ഉള്ളൂ, 4 കോടി. അത്തരം ബസ്സുകൾ കണ്ടമാനം വാങ്ങിക്കുന്നത് നമ്മുടെ പോളിസി അല്ല, പക്ഷെ വാങ്ങിയത് നമ്മൾ ഉപയോഗിക്കും. KSRTC നേരത്തെ നമ്മള് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തോളമായി KSRTCയിൽ ഈ PSC വഴി ഉള്ള ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നു. അതിലെന്തെങ്കിലും ഒരു പുനരാലോചന ഉണ്ടാവും? സമയമെടുക്കട്ടെ, ഇരിക്കട്ടെ. അല്ല, അത് വേണ്ടി വരുമല്ലോ. ലോങ് റണ്ണിൽ നമുക്ക് വേണ്ടി വരുമല്ലോ. നമുക്ക് ആളുകൾ വേണം. പിന്നെ താൽക്കാലിക ഡ്രൈവർമാരെയൊക്കെ വെച്ച് ഓടിക്കുമ്പോൾ അവരും ഇപ്പോൾ ഞാൻ ഗവേഷണ പ്രബന്ധങ്ങൾ കണ്ടു. ഈ ഡ്രൈവർമാരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ആളുകൾ വലിയ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ടെൻഷനും അവരുടെ വരുമാനമില്ലായ്മയൊക്കെ വെച്ച്. അതുകൊണ്ട് ഡ്രൈവർമാർ കഴിയുന്നത് ഇപ്പോൾ ലോങ് റൂട്ടിൽ ഓടുന്നവരൊക്കെ പെർമനൻ്റ് ആക്കണം എന്നുള്ളൊരു പൊതു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാം പറ്റില്ല. അതൊക്കെ സ്വിഫ്റ്റൊക്കെ ഒന്നും ഇപ്പോൾ എടുത്തിട്ടില്ല. എന്തായാലും ഞാൻ ഒരു അനൗൺസ്മെൻറ്റും കൂടെ പറയാൻ നിങ്ങൾ കൊടുത്തതാണ്. നമ്മുടെ പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട് അന്ന് ഞാനത് അനൗൺസ് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ പറയുന്നില്ല. അത് ആ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങി. കെ പത്മകുമാർ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞു. അവർ ഹിയറിംഗ് വയ്ക്കുന്നുണ്ട്. ആ കമ്മിറ്റി എന്തായാലും 1 മാസം 1.5 മാസം കൊണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ തരുന്നതായിരിക്കും. ആദ്യത്തെ യോഗം കഴിഞ്ഞു. പ്രതിസന്ധിയൊന്നുമില്ല, അതൊക്കെ പരിഹരിക്കാം. അപ്പോൾ 60 ആളെ വെച്ചല്ലോ, 60 പേരെ PSC വെച്ചു. അപ്പോൾ അതുകൊണ്ട് കുറേ സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. നമുക്ക് പത്രസമ്മേളനത്തിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും നന്ദി. ഇനിയും ഞങ്ങളുടെ വകുപ്പിനെയും നമ്മുടെ പ്രിയദർശിനിയെയും എല്ലാം സഹായിക്കണം. വിമർശനങ്ങളും ആവാം. വിമർശനങ്ങളോട് യാതൊരു അസഹിഷ്ണുതയില്ല. ചിലർ നന്നായി വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിച്ചവരോടോ വിമർശനങ്ങളോടോ യാതൊരു അസഹിഷ്ണുതയില്ല. ക്രിട്ടിക്കലായിട്ട് തന്നെ നിങ്ങൾ അതിനെ ഇവാലുവേറ്റ് ചെയ്തോളൂ. നമുക്ക് അവസാനിപ്പിക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, മോഡിഫിക്കേഷൻ്റെ കാര്യത്തിൽ അത് പറയാം. ഗുഡ് ക്വസ്റ്റ്യൻ. അതുപോലെ ഡിസ്കസ് ചെയ്തു. ഈ മോഡിഫിക്കേഷനിൽ അവർ തന്നെ പറയും വോക്കൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? വലിയ സ്പീക്കറുകൾ പുറത്തേക്ക് കേൾപ്പിച്ചിട്ട്, ഒരു കുട്ടി മരിച്ചുപോയി, വണ്ടിയിൽ പാട്ട് വെച്ച് പുറത്തു നിന്ന് നൃത്തം ചെയ്തു, ആ വണ്ടി സ്റ്റാർട്ടായി അല്ലേ? ഒരു കാര്യം ഞാൻ കർശനമായിട്ട് പറയാം. ഈ ഗവൺമെൻറ് പൊതുവിൽ വളരെ പെർമിറ്റിംഗ് ഗവൺമെൻറ്റാണ്, അല്ല അനുവദിക്കുന്ന ഗവൺമെൻറ്റാണ്. ലിമിറ്റ് ചെയ്ത് പോവുമല്ല. പക്ഷേ
നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസ്, നമ്മൾ കൊടുക്കുന്ന മൃദുഭാവത്തിലുള്ള അനുവാദങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയും ദുരന്തങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്താൽ കർശനമായ നടപടികളുണ്ടാവും, വാഹനം കണ്ടുകെട്ടും. അതുകൊണ്ട് വോക്കൽ വെച്ചവരൊക്കെ, ആ ചോദ്യം ചോദിച്ചത് നന്നായി, വോക്കൽ വെച്ചവരൊക്കെ വേഗം അഴിച്ചോളണം. ഏത് സമയത്തും വാഹനം പിടിക്കും. അത് ബാക്കിയുള്ള മോഡിഫിക്കേഷൻസൊക്കെ നമുക്ക് കളർ മാറ്റുക തുടങ്ങിയിട്ടുള്ള അതൊക്കെ അനൗൺസ് ചെയ്യാം. ടെക്നിക്കലായിട്ട് നമ്മൾ പത്രസമ്മേളനത്തിലല്ലാതെ പറയേണ്ടത് അല്ലേ, അത് പറയുമല്ലോ, അത് കൃത്യമായിട്ട് അത് അനുവദിക്കുന്നുണ്ട്, അത് പറയുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്ദി. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ലഞ്ച് ഉണ്ട്, ലഞ്ച് കഴിച്ചിട്ട് പോകണം. ലഞ്ച് കഴിക്കുന്ന സമയമല്ലേ? ഓക്കെ, അപ്പം എല്ലാവരും ലഞ്ച് കഴിക്കുക. ലഞ്ച് അവിടെ അറേഞ്ച് ചെയ്യും. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.